ഉള്ള പ്രോബ്ലംസ് വളരെയധികം ശ്രദ്ധിച്ചു പഠിച്ചിരിക്കണം. കാരണം ഞാൻ പറഞ്ഞു പാർട്ട് ബിയിൽ 5 പ്രോബ്ലം 2 തിയറി ഒക്കെയാ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേ. അപ്പോൾ പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. എക്സ്പേർട്ടിന്റെ മോഡല് തിയറി ഇതൊക്കെയാണ് നമുക്ക് 2 വെയിറ്റേജിന്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായി? Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ റിസർച്ച് മെത്തഡോളജിയിൽ 30% പ്രോബ്ലം 70% തിയറി ആണ് വരുന്നത്. സോ ഈ 3 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ 2 സബ്ജക്ട്സ് ആണ് നമുക്ക് പെൻഡിങ് ഉള്ള, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക. നമ്പർ 1 ഇൻകം ടാക്സ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ ഈ ഒരു പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും പഠിക്കുകയും ചെയ്യാം, ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോകാം. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. സോ കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇവിടെ തിയറി, ഈ ഒരു സബ്ജക്റ്റിലെ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ, റിസ്ക് അവിടെ വരുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറുപടി, ഈ ഒരു സബ്ജക്റ്റിലെ പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്. എസ്പെഷ്യലി പാർട്ട് ബിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടോട്ടൽ 7 ക്വസ്റ്റ്യനിൽ 2 തിയറിയും 5 പ്രോബ്ലമാണ് വന്നത്. എസ്സേയിലാണെങ്കിൽ വന്ന 4 ക്വസ്റ്റ്യനിൽ 2 പ്രോബ്ലം, ദെൻ ഒരു തിയറി ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു തിയറി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ വന്ന 4 ക്വസ്റ്റ്യനിൽ ഒരു തിയറി ചോദ്യം ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ ബാക്കി 3 ഉള്ളൂ, അതിൽ 2 പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം വിട്ടിട്ടുള്ള കളിയില്ല ഈ ഒരു സബ്ജക്റ്റിൽ. ഉള്ള ചാപ്റ്ററുകൾ പ്രോബ്ലം ഉള്ള ചാപ്റ്ററുകൾ നല്ല രീതിയിൽ കവർ ചെയ്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ആദ്യം പറയാനുള്ളത്. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്സിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്? സോ അതിനുള്ള മറുപടിയാണ് നെക്സ്റ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മൊഡ്യൂൾ നമ്പർ 2, ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ, YTM കാൽക്കുലേഷൻ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 4 പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സിലക്ഷൻ. ഈ 2 മൊഡ്യൂൾസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഈ 2 ചാപ്റ്ററിലാണ് പ്രോബ്ലംസും തിയറിയും കണ്ടൻസും ഏറ്റവും കൂടുതൽ വരുന്നത്. സോ മൊഡ്യൂൾ നമ്പർ 2ഉം മൊഡ്യൂൾ നമ്പർ 4ഉം ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എസ്സേ ആവട്ടെ, അതുപോലെ തന്നെ എസ്സേ വരുന്നതൊക്കെ മെജോറിറ്റി മൊഡ്യൂൾ നമ്പർ 4ൽ നിന്നാണ്. മനസ്സിലാവുണ്ടോ? ദെൻ മൊഡ്യൂൾ നമ്പർ 1ൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, വരില്ല എന്നല്ല പറയുന്നത്, അതിലുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്നാലും കുട്ടികൾ പാസ്സാകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മൊഡ്യൂൾസ് ചോദിക്കാറുണ്ട്. അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഏത് ഓർഡറിൽ പഠിക്കണം? ആദ്യത്തെ മൊഡ്യൂൾ പഠിക്കുക, രണ്ടാമത്തെ മൊഡ്യൂൾ പഠിക്കുക, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നേരെ മൊഡ്യൂൾ നമ്പർ 4 ആണ്. പിന്നെ 5 പഠിക്കുക, അവസാനം മൊഡ്യൂൾ നമ്പർ 3 പഠിക്കുക. ഈ ഓർഡറിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ബിക്കോസ് മാർക്സിൻ്റെ പ്രയോറിറ്റി ഈ രീതിയിലാണ്, ഈ മൊഡ്യൂൾസിൻ്റെ രീതിയിലാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ആണ്. ദെൻ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ് മൊഡ്യൂൾ നമ്പർ 2. ദെൻ
security analysis ആണ് module number 3. Then portfolio analysis and selection module number 4 വരുന്നു. Then portfolio മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ module number 5 വരുന്നു. സോ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക്സ് ആണ്. സോ ഇതിൽ നിന്ന് തിയറി ചോദ്യങ്ങൾ ചിലത് വരാറുണ്ട്. പിന്നെ ഉള്ള പ്രോബ്ലംസ് എക്സ്പെക്ടഡ് റിട്ടേണിന്റെ കാൽക്കുലേഷൻ, പിന്നെ റിസ്കിന്റെ ചില കാൽക്കുലേഷൻ, റിസ്ക് എന്താന്നുള്ളതിന്റെ തിയറി, ഈ ചോദ്യങ്ങളൊക്കെ ടു വെയിറ്റേജിൽ തിയറി ഏതെങ്കിലും ഒന്നോ രണ്ടോ മിക്കതോ ഒരെണ്ണമാണ് വരാറ്. ദെൻ പ്രോബ്ലം, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് സാധാരണ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ നോക്കി വയ്ക്കുക. ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്താണ് കുറച്ചും കൂടിയും ഇഷ്ടമുള്ള ആൾക്കാരാണ് പേപ്പർ ഉണ്ടെന്നെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് പോർട്ട്ഫോളിയോ എന്താണ്, പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. ഇവിടെയും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ രണ്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് 2 വെയിറ്റേജിന് പഠിക്കുക. പിന്നെ അതെന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ബേസിക്സ് ആണ്, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരു തിയറി ചോദ്യമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു തിയറി ചോദ്യം വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പറയുന്ന നീഡ്, ടൈപ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ഇതിൽ ഏതെങ്കിലും ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവാറുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ചോദ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ ചാപ്റ്ററിൽ അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. സോ അതോ ഇതോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോസസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതും ഈ പറഞ്ഞ 3 വെയിറ്റേജിന്റെ തിയറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക്സ്, നമുക്ക് കുറച്ച് തിയറി ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്പർ 1, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ മിനിമം നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്കിതിൽ പ്രോബ്ലംസ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ബിഗിനിങ്ങിൽ പ്രൈസ് തരുന്നു, എൻ പ്രൈസ് തരുന്നു, ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തരുന്നു, നമ്മുടെ അടുത്ത് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ബേസിക് ക്വസ്റ്റ്യൻ, അതടക്കം നമുക്ക് 3 വെയിറ്റേജിൻ്റെ വരുന്നുണ്ട്. കാൽക്കുലേറ്റ് റിട്ടേൺ, അതുപോലെ തന്നെ എക്സ്പെക്ടഡ് റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ, പ്രോബബിലിറ്റിയും ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ, റിസ്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും ഇതിലുള്ള പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യരുത്. ദെൻ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് പഠിച്ചിരിക്കണം, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്, വീണ്ടും പ്രതീക്ഷിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ ഇതിലുണ്ട്. പ്രോബ്ലം ആണ് നെക്സ്റ്റ് വരുന്നത്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു ഉള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെയിം കാര്യം തന്നെ നമുക്ക് മറ്റ് ചാപ്റ്ററുകളിലോട്ട് വീണ്ടും വരുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ, കോവാരിയൻസ് കണ്ടുപിടിച്ചിട്ട് വാരിയൻസ് കണ്ടുപിടിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു കാൽക്കുലേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചിരിക്കണം, എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബീറ്റ കാൽക്കുലേഷൻ ആണ്, കോറിലേഷൻ മെത്തേഡിലും റിഗ്രഷൻ മെത്തേഡിലും. സോ അതിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് വരുന്നുണ്ട്, അതും നോക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് പ്രോബ്ലം, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം വരും. എക്സ്പെക്ടഡ് റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ വിത്ത് പ്രോബബിലിറ്റി തന്നിട്ട് പഠിച്ചിരിക്കണം.
റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്, അതും പഠിച്ചിരിക്കണം. ഇതൊക്കെ എക്സാമിന് ഉണ്ടാവും പ്രോബ്ലമായിട്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കിൻ്റെ തിയറി, പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് റിസ്കിൽ റിഗ്രഷൻ മെത്തേഡും കോറിലേഷൻ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കിയിരിക്കണം കേട്ടോ. ഇനി ഇതിൽ 2 വെയിറ്റേജിൻ്റെ വേണമെങ്കിൽ വരാം. ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്, ഹെഡ്ജിങ് എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ വരാം കേട്ടോ. ദെൻ ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് എത്തിക്കൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ ബേസിക് തിയറി ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. പിന്നെ സ്പെക്യുലേഷനും ഗാംബ്ലിങ് ഇങ്ങനെയുള്ള തിയറിക്ക് എൻ്റെ ഇടയിൽ കാണാനുണ്ട്, ചോദിച്ചിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് എന്താണ് സ്പെക്യുലേഷൻ, എന്താണ് ഗാംബ്ലിങ്, ഇതൊക്കെ തിയറിക്ക് നോക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 വെയിറ്റേജിൻ്റെ തിയറി എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലവും തിയറി ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു, റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ബേസിക് ചോദ്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞ ഈ പ്രോബ്ലംസ് നിർബന്ധമായും എന്തായാലും നോക്കിയിരിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വലിച്ചു വാരി പഠിക്കാണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പെറുക്കി എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 വെയിറ്റേജിൻ്റെ 2-3 പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. 2-3 പ്രോബ്ലംസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്പർ 1 YTMൻ്റെ കാൽക്കുലേഷൻ, നമ്പർ 2 റെഡീമബിൾ ബോണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ, നമ്പർ 3 ബോണ്ട് ഡ്യൂറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. 3 പ്രോബ്ലംസ് ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 3 വെയിറ്റേജിൻ്റെ വരുന്നുണ്ട്. ദെൻ തിയറി ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കേണ്ട ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ബോണ്ട് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തിയറി നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. തിയറിനേക്കാൾ കൂടുതൽ ഇതിൽ നിങ്ങളെ പ്രോബ്ലംസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വാല്യുവേഷൻ ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ബോണ്ട് എന്താണെന്നൊക്കെ നോക്കാം. അതിനുശേഷം വാല്യുവേഷൻ ഓഫ് ബോണ്ട് ഉണ്ട്. സോ കറണ്ട് ഡീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലം, അത് ചെയ്യാൻ പഠിച്ചിരിക്കണം. ദെൻ സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ്, ദെൻ അതിനുശേഷം ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ YTM. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബോണ്ടിൻ്റെ വാല്യുവേഷൻ, ഇപ്പോൾ ഫേസ് വാല്യൂ തരുന്നു, ദെൻ കൂപ്പൺ റേറ്റ് തരുന്നു, പ്രസൻറ്റ് വാല്യൂ ബോണ്ട് തരുന്നു, കറണ്ട് ഡീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചിരിക്കണം, പറയാൻ പറ്റില്ല. ഈസി ആണെന്ന് വിചാരിച്ചാലും അതൊക്കെ ചോദിക്കുന്നുണ്ട്. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു YTM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും YTMൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ YTMൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, അതുപോലെ ഫോർമുല മെത്തേഡ് ഉണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം, വളരെ ഈസിയാണ്. ഫോർമുല പഠിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ YTM ഉണ്ട്, അതുപോലെ തന്നെ YTC ഈൽഡ് ടു കോളും ഉണ്ട്. രണ്ടിൻ്റെയും പ്രോബ്ലം പഠിച്ചിരിക്കണം. നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും വരാം, വേണമെങ്കിൽ essay ചോദ്യമായിട്ടും വരാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ YTMൽ തന്നെ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ്, എന്താണ് സെമി ആനുവലി ഈ 2 രീതിയിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരാന്നുള്ളത്. ഈ സെയിം ടൈപ്പ് ചോദ്യം വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ഫേസ് വാല്യൂ ഓഫ് എ ബോണ്ട് 1000, ഇൻട്രസ്റ്റ് 12% over 5 years until its maturity. The required rate of return yield എന്ന് പറയുന്നത് 14%. Calculate value of bond if interest is paid annually and semi annually. ഈ ഒരു രീതിയിലുള്ള ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 വെയിറ്റേജിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റാണ്. അപ്പോൾ YTMൻ്റെ സാധാരണ ചെയ്യുന്നൊരു പ്രോബ്ലം, ഈ രീതിയിലുള്ളൊരു പ്രോബ്ലം ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിതിൽ വരുന്നത് ബോണ്ടിൻ്റെ തിയറംസ് എന്ന് പറഞ്ഞിട്ട് ബോണ്ട് പ്രൈസ് തിയറംസ് ഉണ്ട്. വല്ലാണ്ട് ഇമ്പോർട്ടൻസ് അങ്ങനെ ഇല്ല. പ്രോബ്ലം ആയിട്ട് നെക്സ്റ്റ് ബോണ്ട് ഡ്യൂറേഷൻ്റെ കാൽക്കുലേഷനാണ്. ഇതിൽ ബോണ്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിക്ക പേപ്പറിലും വരുന്നത് സാധാരണ
നമുക്ക് ക്യാഷ് ഫ്ലോ, ഇപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് തരുന്നു, അതിൻ്റെ കൂപ്പൺ റേറ്റ് തരുന്നു, മെച്യൂരിറ്റി പീരീഡ് തന്ന് ബോണ്ട് ഈൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബോണ്ട് ഡ്യൂറേഷൻ ഫസ്റ്റ് മെത്തേഡ് മാക്കുലൈ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേബിളൊക്കെ വരച്ച് ക്യാഷ് ഫ്ലോ പ്രസൻറ്റ് വാല്യൂ ആ ഒരു ഇക്വേഷൻ ഇല്ലേ, സിഗ്മ ടി ഈക്വൽ ടു 1 to t ദെൻ പി വി സി ടി ഡിവൈഡ് ബൈ P0 into t എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ബോണ്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ അതിൽ വരുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കുന്ന 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആദ്യത്തെയാണ്. രണ്ടാമത് മോഡിഫൈഡ് ഡ്യൂറേഷനും ഉണ്ട്, അതും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ബോണ്ട് ഡ്യൂറേഷനിൽ 3 മെത്തേഡിൽ ആദ്യത്തെ 2 മെത്തേഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതും നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട. ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, ബോണ്ടിൻ്റെ വാല്യുവേഷൻ, ഇതാണ് പ്രോബ്ലമായിട്ട് വരുന്നത്, പഠിക്കണം. YTM നിന്ന് 2 പ്രോബ്ലം വരെ വരാം, ബോണ്ട് ഡ്യൂറേഷൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ മിനിമം ഒരു 3 പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പറഞ്ഞ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 3 ആണ്. തിയറിയാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറ്. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി, ബിക്കോസ് ഒരുപാട് നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൽ നിന്ന് തിയറി ടോപ്പിക്സ് ആണ് സാധാരണ വരാറ്. സെക്യൂരിറ്റി അനാലിസിസിനെ പറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നൊരു തിയറി ചോദ്യം essay ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സെക്യൂരിറ്റി അനാലിസിസിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലത്തെ മൊത്തം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യലാണ്. ഇക്വിറ്റി അനാലിസിസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസിൻ്റെ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഇക്വിറ്റി അനാലിസിസിൽ 2 ടൈപ്പ് അനാലിസിസ് ആണ്, ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചോദ്യം ആണ് essayക്ക് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു അനാലിസിസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ വരാം. അപ്പം നിർബന്ധമായും നിങ്ങൾ ഈ ഒരു തിയറി, ലാസ്റ്റ് തിയറി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ തിയറി ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു വയ്ക്കാം. അതിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ഇക്കണോമിക്, ഇൻഡസ്ട്രി, കമ്പനി വലിച്ചു വാരി പഠിക്കേണ്ട ഓരോന്ന് എന്താണെന്നുള്ളത് മാത്രം പഠിച്ചു പോവുക essayക്ക് വേണ്ടിയിട്ട് സ്മാർട്ടായിട്ട്. ഇക്കണോമിക് അനാലിസിസ്, ഇൻഡസ്ട്രി, കമ്പനി, ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റലിൽ വരുന്നത്. അതൊന്ന് ചുരുക്കി പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ക്രിറ്റിസിസംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ടൂൾസൊക്കെ ഉണ്ട്, വലിച്ചു വാരിയിട്ട് ഒരുപാട് കാണാൻ സാധിക്കും. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, ബുക്ക് വാല്യൂ, അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും വല്ലാണ്ട് ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ആണ്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന സെക്യൂരിറ്റി അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം നമ്മൾ essayക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് തിയറി ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നിങ്ങളത് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ അനാലിസിസ് എന്തായാലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറി ഉണ്ടായിരിക്കും. ചിലപ്പോൾ essayയോ അല്ലെങ്കിൽ 3 വെയിറ്റേജ് ചോദ്യമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് പഠിക്കും വേണം കേട്ടോ. ഇനി 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഡോവ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും പ്രതീക്ഷിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമ്പർ 3യുടെ പ്രത്യേകത എന്താ, ഉള്ള അനാലിസിസ് മൊത്തം ഒന്ന് നോക്കി വയ്ക്കാം. ടെക്നിക്കല് അതുപോലെ തന്നെ ഫണ്ടമെൻ്റലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് നോക്കാം. തിയറി ഉണ്ടായിരിക്കും. ഡോവ് തിയറി എന്താണെന്നുള്ളത് നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 3. പഠിക്കേണ്ട രീതി എത്രയാണ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. 3 പാർട്ടിലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. അപ്പോൾ പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സിലക്ഷൻ, ഞാൻ പറഞ്ഞു essayക്ക് എന്തായാലും ഉണ്ടായിരിക്കും, തിയറി ഉണ്ടായിരിക്കും, പ്രോബ്ലം ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലാദ്യം പോർട്ട്ഫോളിയോ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ ഉണ്ട്, അതുപോലെ തന്നെ സിലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഇതാണ്, പോർട്ട്ഫോളിയോ സിലക്ഷൻ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫാക്ടേഴ്സ് നീഡ് ടു കൺസിഡർ ഫോർ പോർട്ട്ഫോളിയോ സിലക്ഷൻ.
അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം, പഠിച്ചിരിക്കണം. ദെൻ അതിനുശേഷം പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പഠിച്ചിരിക്കണം. അതിനുശേഷം പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പഠിച്ചിരിക്കണം. എസ്എക്ക് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ കാൽക്കുലേഷൻ പ്രോബ്ലം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വലിയ ഇക്വേഷനൊക്കെ പഠിക്കുക. വാരിയൻസ് കണ്ടുപിടിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയാണ്. എസ്എക്ക് എന്തായാലും ഉണ്ടായിരിക്കും. 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം ആയിട്ട് സെപ്പറേറ്റും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ഇനി പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ പ്രോബ്ലത്തിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമുക്ക് പോർട്ട്ഫോളിയോ മോർ ദാൻ 2 സെക്യൂരിറ്റീസിൻ്റെ കാണാൻ സാധിക്കും. ദെൻ അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. പിന്നെ നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എമിനൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്സ് പോർട്ട്ഫോളിയോ സിലക്ഷൻ മോഡൽസ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 മാർക്കോവിറ്റ്സ്, ദെൻ ഷാർപ്പ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. 3ഉം എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇതിൻ്റെ തിയറി 2 വെയിറ്റേജിൻ്റെ ആയിട്ട് വരുന്നുണ്ട്. മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുക 2 വെയിറ്റേജ്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുക 2 വെയിറ്റേജ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാണ്. അതുപോലെ തന്നെ ഷാർപ്പിൻ്റെയും പഠിച്ചു വയ്ക്കുക. ഈ പറയുന്ന മാർക്കോവിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CAPMഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 വെയിറ്റേജിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൺസെപ്റ്റ് അത് എഴുതി വെച്ചാൽ മതി. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഡിവേഴ്സിഫിക്കേഷൻ കൺസെപ്റ്റ് അതിൻ്റെ ഇടയിലുണ്ട്, നോക്കിയിരിക്കണം. ഷാർപ്പിൻ്റെ ഇൻഡെക്സ് ഉണ്ട്, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ഉണ്ട്, പഠിക്കണം കേട്ടോ. പ്രോബ്ലംസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്, മാറി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ തിയറി നോക്കിയിരിക്കണം. അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഏരിയ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച തിയറി ചോദ്യമാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിനെ പറ്റിയിട്ടുള്ള ഈ കൺസെപ്റ്റ് നോക്കിയിരിക്കണം, അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, നോക്കിയിരിക്കണം. ദെൻ അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് അനോമോളീസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. 2 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കിയിരിക്കണം. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്, റിപ്പീറ്റ് ആണ്. ആർബിട്രേജ് പ്രൈസിങ് തിയറി എന്താണ് 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്ര ഏരിയാസാണ്, ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. ബട്ട് ഇതിൽ നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. ബട്ട് പുതിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അവസാനം മാത്രം ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്, മെൻ്റൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. മെജോറിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് എക്സാമിന് വരാറ്. പ്രോബ്ലംസ്, പോർട്ട്ഫോളിയോ റിസ്ക്, പോർട്ട്ഫോളിയോ റിട്ടേൺ, അതുപോലെ തന്നെ മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ, CAPM, ഷാർപ്പ് ഇൻഡെക്സ്, ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഒക്കെ പ്രോബ്ലംസ് നോക്കിയിരിക്കണം. SAക്ക് കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലത്തെ SC ആണ്. അതുമാത്രമല്ല നമുക്ക് 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം ആയിട്ടും വരും. 2 വെയിറ്റേജിൻ്റെ 2 തിയറി, ആർബിട്രേജ് പ്രൈസിങ് വന്നിട്ടുണ്ട്, മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്, CAPM വന്നിട്ടുണ്ട്. അപ്പോൾ 2 വെയിറ്റേജിൻ്റെ 3 ചോദ്യം. ദെൻ പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം. SAക്ക് ചിലപ്പോൾ 2 എണ്ണം വരെ വരാം പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് മൊഡ്യൂൾ നമ്പർ 4. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 4. മൂവിങ് ടു ലാസ്റ്റ് ചാപ്റ്റർ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഇതിൽ നിന്ന് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ കണ്ടുവരാറ്. സോ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നോക്കിയിരിക്കണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമുക്ക് 2 വെയിറ്റേജിൻ്റെയോ 3 വെയിറ്റേജിൻ്റെയോ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. തിയറിയിൽ നോക്കിയിരിക്കുക. ആക്റ്റീവ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ആ കൺസെപ്റ്റൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ ഇതിൽ പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം തിയറി ആയിട്ട്. പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്താണ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. ദെൻ ഇതിൽ പിന്നെ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത് ഷാർപ്പ് ഇൻഡെക്സ്, ഷാർപ്പ് റേഷ്യോ, 3
കോൺട്രിബ്യൂഷൻസ് ഉണ്ട് 3 പേരുടെ, ഷാർപ്പ്, ട്രയേഡ്സ്, ജെൻസൺ. ബട്ട് ഇതിൽ നിന്ന് പ്രോബ്ലംസ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും വന്നിട്ടില്ല. ബട്ട് ഇതിൻ്റെ തിയറി പ്രോബ്ലം ഒന്ന് നോക്കി വയ്ക്കുക, വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് വരാറ്. ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ, അതിൻ്റെ നീഡ്, പിന്നെ 3 എക്സ്പേർട്സിൻ്റെ ഈ പറഞ്ഞ റേഷ്യോ, ഷാർപ്പ്, ട്രെയിനേഴ്സ്, ജെൻസൺ, ഈ കാര്യങ്ങൾ നോക്കുക. കൂടുതൽ 2 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും 1 or 2 തിയറി, 3 വെയിറ്റേജിൻ്റെ ഒരു തിയറി, ഇതാണ് കണ്ടുവരാറ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മൊത്തം ഈ ഒരു സബ്ജക്റ്റ്. ഈ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം വരുന്നതാണ്. കാരണം കുട്ടികൾക്ക് എക്സാമുകളിലോട്ട് എത്തുന്ന സമയത്ത് ഇതിൽ എസ്എ പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാനൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിട്ടേൺ, അതുപോലെ തന്നെ സാധാരണ ഇൻഡിവിജ്വൽ റിട്ടേൺ ഒക്കെ വരണ സമയത്ത് ഇത് എങ്ങനെ കണ്ടുപിടിക്കും, ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് ആ സമയത്ത് കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പ്രോബ്ലംസ് വളരെയധികം ശ്രദ്ധിച്ച് പഠിച്ചിരിക്കണം. കാരണം ഞാൻ പറഞ്ഞു പാർട്ട് ബിയിൽ 5 പ്രോബ്ലം 2 തിയറി ഒക്കെയാ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേ. ഓക്കെ, അപ്പോൾ പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ദെൻ തിയറി എന്ന് പറയുമ്പോൾ വരുന്ന തിയറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് തിയറി ചോദ്യങ്ങളല്ല വരുന്നത്. ഇപ്പോൾ വന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇത് വരണം. പിന്നെ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസിനെ പറ്റിയിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്ര തിയറി ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ 3 വെയിറ്റേജിനും 5 വെയിറ്റേജിനും വന്നിട്ടുള്ളത്. പിന്നെ ഒക്കെ എന്താണ് 2 വെയിറ്റേജിനിൽ എന്താണ് മാർക്കോവിറ്റ്സിൻ്റെ മോഡല്, അതുപോലെ തന്നെ ഡോവ് തിയറി, ആർബിട്രേജ് പ്രൈസിങ് മോഡല്, ഷാർപ്പ് ഇൻഡെക്സ്, ഇങ്ങനെ ഓരോ എക്സ്പേർട്ടിൻ്റെ മോഡല്, തിയറി, ഇതൊക്കെയാണ് നമുക്ക് 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ? അതല്ലാണ്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ എന്താണ് ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസസ്സ്, അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മോഡൽ, ഇപ്പോൾ ഡോവ്, മാർക്കോവിറ്റ്സ്, ആർബിട്രേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ 2 വെയിറ്റേജിനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോബ്ലംസ് പറഞ്ഞതൊക്കെ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, എന്ത് ഡൗട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഈ ഒറ്റ പേപ്പറാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് വരും ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.